ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഞാൻ ആദ്യമായിട്ട് ഒരു ഡാൻസ് പ്രോഗ്രാമിന് പെർഫോം ചെയ്യാനായിട്ട് കേരളത്തിന് പുറത്ത് ചിദംബരത്ത് ട്രാവൽ ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം ഞാൻ എൻജോയ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്കും ഈ വീഡിയോ എൻജോയബിൾ ആവും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്ന് ഞാൻ ഒരു ചിദംബരം യാത്ര പോവാണ്. 4 days ജേർണി അല്ലേ? 3 nights 4 nights 3 days ഒരു ഡാൻസ് ചിദംബരം നാട്യാഞ്ജലി ഫെസ്റ്റിവലിന് പെർഫോം ചെയ്യാൻ പോവാണ് അവിടുത്തെ അമ്പലത്തിൽ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, മുരളിയേട്ടൻ വരുന്നില്ല. അതാണ് ഈ ഒറ്റയ്ക്കല്ല ഡാൻസ് ചെയ്യുന്നത്, അല്ല, അവരൊരു 10-11 പേര് ഇവിടുന്ന് പോകുന്നുണ്ട്. അതെ, പറയാൻ ഉദ്ദേശിച്ചത് അല്ലല്ല, പറയാൻ ഉദ്ദേശിച്ചത് മുരളിയേട്ടൻ ഇല്ലാതെ ഉള്ള യാത്ര എന്നാണ് ഉദ്ദേശിച്ചത്. ഇത്രയും ദിവസം ഞാൻ ബാംഗ്ലൂർ 2 ദിവസം പോയി, പക്ഷേ ഇത് 4 ദിവസത്തെ ജേർണി. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ ടെൻഷനിലാണ്. 2 ദിവസമായിട്ട് മുരളിയേട്ടനുള്ള ഫുഡ് കുക്ക് ചെയ്യൽ, അങ്ങനെ ആകെ ഒരു ഇതിലാണ്. അപ്പം പിന്നെ ഇത് വേറൊരു എക്സ്പീരിയൻസ് അല്ലേ, ഇങ്ങനെ ഡാൻസ് പെർഫോം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓരോരോ ഇത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത്രയും വലിയൊരു ഡാൻസ് ഫെസ്റ്റിവലിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമല്ല, അതും ശിവരാത്രിക്ക് നടരാജ ടെമ്പിളാണ്, അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അതപ്പം കൊണ്ടുപോകാത്ത എന്താന്ന് വെച്ചാൽ അവര് സ്കൂളിൽ നിന്ന് ലേഡീസ് മാത്രമേ ഉള്ളൂ. അതെ അതെ, ആരുടെയും ഭർത്താക്കന്മാർ വരുന്നില്ല. അപ്പൊ ഞാൻ മുരളിയേട്ടനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം ട്രെയിനിലാണ് പോകുന്നത്. ഇപ്പം 8:40 ആയി. ഇന്ന് 10:25 ആണ് ട്രെയിൻ. ഇവിടുന്ന് തഞ്ചാവൂർക്ക് എത്തും. ഡയറക്റ്റ് ട്രെയിനില്ല, തഞ്ചാവൂരിൽ എത്തിയിട്ട് അവിടുന്ന് അടുത്ത ട്രെയിൻ ചിദംബരം. ഇങ്ങനെയാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. എറണാകുളം ടു തഞ്ചാവൂർ കാരയ്ക്കൽ എക്സ്പ്രസ്സിലാണ് പോയത്. രാത്രിയിൽ ഒരു വിധമൊക്കെ ഉറങ്ങി, ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു ട്രെയിനിൽ. ഇങ്ങനെ ആളുകൾ കയറുക ഇറങ്ങുക, എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി. പിന്നെ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്ത് എൻ്റെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനത്തെ ഒരു ട്രാവൽ എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മുരളിയേട്ടൻ ഇല്ലാതെ എല്ലാവരുടെയും കൂടെ ഡാൻസ് മീറ്റ്സ്, എൻ്റെ ഡാൻസ് ടീച്ചർ എല്ലാവരുടെയും കൂടെ അങ്ങനെ ഒരു ട്രാവൽ. തഞ്ചാവൂർ എത്തി. അവിടുത്തെ തഞ്ചാവൂരിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഈ കാണുന്നത്. ഇങ്ങനെയാണ് തഞ്ചാവൂർ ഇരിക്കുന്നത്. ഇത് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളിങ്ങനെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ഡാൻസ് ടീച്ചറിന് അറിയായിരുന്നു, മീന ടീച്ചറിന് അറിയായിരുന്നു അവിടെ ഇങ്ങനെ റെസ്റ്റ് റൂം ഉണ്ട്. അതാണ്ട് ഇതാണ് ഈ റെസ്റ്റ് റൂം, വെയിറ്റിംഗ് ഹാൾ. അപ്പം അവിടുത്തെ പോലീസുകാർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കേട്ടോ, ഇങ്ങനെ ഈ വഴി പോയാൽ മതി, ഇവിടെയാണ് ഈ വെയിറ്റിംഗ് ഹാൾ, AC വെയിറ്റിംഗ് ഹാൾ ഉണ്ട്. നമ്മളൊരു 50 രൂപ ഒരാൾക്ക് പേ ചെയ്യണം. വാഷ്റൂമിനും 5 രൂപ എങ്ങാണ്ടാണ്, അത് 30 രൂപ 5 രൂപ അങ്ങനെ എങ്ങാണ്ടാണ്. അത് അല്ല, 5 രൂപയാണ്. മറ്റേതിനാണ് 50 രൂപ, വാഷ്റൂമിന് 5 രൂപ. അപ്പം എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം കേരളത്തിലെ പോലീസുകാർ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ഓഫർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവിടെ നമ്മളിങ്ങനെ ഒരു കുറച്ച് കൺഫ്യൂസ്ഡായി നിൽക്കുന്ന കണ്ടപ്പം അവരിങ്ങോട്ട് വന്ന് ഇതാണ്, ഇവിടെ കൂടെ പോയാൽ മതി, നിങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഹെൽപ്പൊക്കെ ഓഫർ ചെയ്തു. ഭയങ്കര നല്ല ആൾക്കാരായിട്ട് തോന്നി. അതെനിക്ക് അല്ലെങ്കിലും തോന്നിയിട്ടുണ്ട്. ഞാൻ തമിഴ്നാട്ടിലല്ലേ എഞ്ചിനീയറിംഗ് പഠിച്ച്, തമിഴ് ആൾക്കാർ ഭയങ്കര നല്ല ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾ അവിടെ പോയത് ഇതാണ് തഞ്ചാവൂർ സ്പെഷ്യൽ തട്ടിഡ്ഡലി, അതൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ച് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ തഞ്ചാവൂർ ഡാൻസിങ് ഡോള് കണ്ടത്. അത് എന്നെ ഭയങ്കര അട്രാക്റ്റ് ചെയ്തു. അപ്പം ഞാനിതിൻ്റെ മീഡിയം സൈസ് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള രാജാവും റാണിയും ഡാൻസിങ് ഡോളൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ ചോഴൻ എക്സ്പ്രസ്സിൽ ചിദംബരത്തെത്തി. ചിദംബരത്ത് വണ്ടയാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. ഇതാണ് ചിദംബരത്ത് ഞങ്ങളുടെ റൂം. അമ്പലത്തിൽ നിന്ന് ഒരു 5 minutes ഓട്ടോയിൽ ട്രാവൽ ചെയ്യാനുണ്ട് കേട്ടോ. തരക്കേടില്ലാത്ത ഒരു ഹോട്ടൽ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എത്തി ഉടനെ കുളിച്ച് ഡ്രസ്സ് മാറി ഓർക്കസ്ട്ര റിഹേഴ്സലിന് 4 മണിക്ക് പോയി. അതൊരു കോളനി പോലെയാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ശരിക്കും ഒരു കോളനി പോലെ. അവിടെ ആ ടീച്ചറിൻ്റെയൊക്കെ സാറാണ്, ഒരു KK സാർ എന്ന് പറഞ്ഞിട്ട്, അവിടെയായിരുന്നു ഓർക്കസ്ട്ര റിഹേഴ്സൽ. ആകാശമായ ചിദംബരൻ്റെ മണ്ണിൽ നമ്മുടെ നർത്തകിമാർ. ഞങ്ങളിവിടെ പ്രാക്ടീസ് ഓർക്കസ്ട്ര റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, നല്ല ടയേർഡായിട്ട്. ഈ 3 പേരും പിന്നെ
പിന്നെ ഒരാളകത്തുണ്ട്. ഞങ്ങളുടെ കൂടെ ഈ ഒരു കുട്ടിയും കൂടെ കളിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു വയസ്സായ വികലാംഗരായ 4 പേരും ഒരു കൊച്ചു കുട്ടിയും കൂടെ ആണ് കളിക്കുന്നത്. അപ്പം മോഡ് എക്സ്പീരിയൻസ് ചോദിക്കുക, ഈ വയസ്സുകളിലൂടെ കളിച്ചിട്ട് എങ്ങനെയുണ്ട് മീരക്കുട്ടിയുടെ എക്സ്പീരിയൻസ് എന്ന് മീരക്കുട്ടി പറയണം. അയ്യോ ഞങ്ങളെ ഭയങ്കര ഈ വയസ്സുകളിലൂടെ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് മീരക്കുട്ടി മടുത്തിരിക്കും. മീരക്കുട്ടിയുടെ കൂടെ കളിച്ചിട്ട് ഞങ്ങളുടെ വയസ്സ് കുറഞ്ഞു. ഞങ്ങൾ ചെറുപ്പം മീരക്കുട്ടി എനിക്കിനി ഈ വയസ്സുകളിലൂടെ കളിക്കാൻ വയ്യ എന്നായിരിക്കും മീരക്കുട്ടി വിചാരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് മടുത്തിരിക്കാന്ന് തോന്നുന്നു. അങ്ങനെ എന്താണ് പറയാനുള്ളത്? എനിക്ക് വയസ്സായിട്ടില്ല. ഞാനും മീരെ മാത്രമേ ഉള്ളൂ ഇതിലും ചെറുപ്പം. അതിപ്പോ ഇത് 2 ചെറുപ്പക്കാര് 10 വയസ്സുകാരികൾ അതാണ് പൂവൊക്കെ വെച്ചിട്ട് പോട്ടെ, അല്ലെങ്കിൽ പൂവൊക്കെ വെച്ച് ചോദിക്കരുത് കണ്ടത് എവിടുന്ന് പിടിച്ചോണ്ട് വന്നത്. പിന്നെ കാണാൻ കൊണ്ടിരുന്ന പോലെ ഉണ്ട്. ഒരാള് ചായയും ഒരാള് സ്വീറ്റും. അവിടുന്ന് ഞങ്ങൾ നേരെ നടരാജ ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഈ നടരാജ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ മീന ടീച്ചർ ഞങ്ങൾക്കത് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഈ ഇതിൻ്റെ ചുറ്റിനും കാണുന്ന ഈ കൊത്തുപണികൾ എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിലെ 108 കരണാസാണ്. ഓരോ പോസ്റ്റേഴ്സാണ് കരണാസ് എന്ന് പറഞ്ഞാൽ. അതാണ് ഓരോ കൊത്തുപണികളായിട്ട് അവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇത് ശിവൻ്റെ ഫാമിലിയാണ് കേട്ടോ. ശിവഭഗവാൻ, പാർവതി ദേവി, മുരുകൻ, ഗണപതി. പിന്നെ ഞങ്ങൾ തൊഴുതൊക്കെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയിലായി. എന്ത് രസമാണെന്ന് അറിയാമോ അവിടെ ഇരിക്കാനായിട്ട്. ഈ കാണുന്ന ഒരു രൂപത്തിന് ഒരു കഥയുണ്ട്, ഞാൻ വേഗം പറയാം. ഇത് ഇവിടെ വെച്ച് തന്നെ നടക്കുന്നു എന്നാണ് സങ്കല്പം. ശിവഭഗവാനും പാർവതി ദേവിയും കൂടെ അവിടെ ഒരു നൃത്ത മത്സരം നടത്തുമായിരുന്നു. അപ്പം നാരദ മഹർഷി പ്രഖ്യാപിച്ചു, എന്നാൽ പിന്നെ അടുത്ത മത്സരം നിങ്ങൾ തമ്മിലാവട്ടെ എന്ന്. അപ്പം പാർവതി ദേവി ഭയങ്കര സന്തുഷ്ടമായി. എന്നാൽ പിന്നെ ആവട്ടെ, അങ്ങനെ നമുക്ക് മത്സരിക്കാം എന്ന് വിചാരിച്ച് അവർ ഒരു കുടുംബിരി കൊണ്ട് മത്സരം അങ്ങ് തുടങ്ങി. 2 പേരും ഓരോ സ്റ്റെപ്സ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യുക. അങ്ങനെയായിരുന്നു മത്സരം. അപ്പം പെട്ടെന്ന് നാരദ മഹർഷി ശിവഭഗവാനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. ശിവഭഗവാന്റെ റൈറ്റ് സൈഡിലുള്ള കുണ്ടലം താഴെ വീണു. അപ്പം റൈറ്റ് ലെഗ് വെച്ചിട്ട് ആ കുണ്ടലം എടുത്ത് ചെവിയിലോട്ട് ഇങ്ങനെ കാല് വെച്ചിട്ട് തന്നെ പൊക്കിയെടുത്ത് വെക്കുന്നു. അതാണ് ഈ രൂപത്തിൽ കാണുന്ന റൈറ്റ് കാല് വെച്ചിട്ട് കമ്മലിടുന്നതാണ്. അപ്പം പാർവതി ദേവിക്ക് സ്ത്രീ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആ കാല് പൊക്കി ആ സെയിം സ്റ്റെപ്പ് അതേപോലെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ മത്സരത്തിൽ സ്വാഭാവികമായിട്ടും തോറ്റുപോയി. അപ്പം പാർവതിദേവിക്ക് ഭയങ്കര ദേഷ്യമായി, എന്നെ ചതിച്ച് തോപ്പിച്ചല്ലോ എന്നുള്ളൊരു ദേഷ്യമായി. അപ്പം പാർവതിദേവി പിണങ്ങിയിട്ട് തൊട്ടടുത്ത് പോയി ഒരു വേറെ സ്ഥലത്ത് പോയി ഇരുന്നു. അതാണ് ഒരു തിള്ളൈ കാളി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഞാൻ പിന്നെ പോകുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇവരെല്ലാവരും പോയി അനുനയിപ്പിച്ചിട്ട് സമാധാനിപ്പിച്ചിട്ടാണ് അവിടുന്ന് കൊണ്ടുവന്നതാണ് ഐതിഹ്യം. പാർവതിദേവി വരെ ശിവഭഗവാനോട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പിണങ്ങാറുണ്ട്. അപ്പം നമുക്കും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ആവാം. ഇതാണ് ഞങ്ങളുടെ ചിദംബരം നാട്യാഞ്ജലി നടക്കുന്ന വെന്യൂ. അവിടെ എത്തിയപ്പോഴേ എനിക്കിങ്ങനെ ഭയങ്കര നല്ല ഒരു ഓഡിയൻസും ആ സെറ്റപ്പും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. പക്ഷേ ദൈവത്തിൻ്റെ നടരാജ ഭഗവാന്റെ ഒരു കൃപയും ബ്ലെസ്സിങ്ങും ഒക്കെ കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. മനസ്സ് കഴിഞ്ഞ് അവിടുത്തെ പെർഫോമേഴ്സിനെല്ലാം ഒരു ഗോൾഡ് മെഡലും ഒരു ഉപഹാരവും ഒക്കെ കിട്ടി. ഒക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഡാൻസേഴ്സിനൊക്കെ ഞങ്ങൾക്കൊക്കെ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ തന്നു രാത്രിയിൽ. ശരിക്കും ഈ നടരാജ ഭഗവാൻ ഡാൻസിൻ്റെ ദൈവമാണല്ലേ നടരാജ ഭഗവാൻ എന്ന് പറഞ്ഞാൽ. ആ താണ്ഡവ നൃത്തം ചെയ്യുന്ന നടരാജ ഭഗവാന്റെ മുന്നിൽ ചിലങ്ക കെട്ടാൻ സാധിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ശരിക്കൊരു ഡിവൈൻ ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. പിന്നെ വന്ന് മേക്കപ്പ് എല്ലാം അഴിച്ച് സമാധാനമായിട്ടൊരു ഭയങ്കര സന്തോഷത്തോടെ ഉറങ്ങി. നെക്സ്റ്റ് ഡേ പിന്നെ അമ്പലക്കുളത്തിൻ്റെ ചുറ്റിനും ഒക്കെ ഒന്ന് കാണാനും കുറച്ച് വീഡിയോസ് എടുക്കാനും ഒക്കെ പോയതായത്. ചിദംബരം ടെമ്പിളിന് ശരിക്കും 9 എൻട്രൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ 9 ഓപ്പണിങ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് പോലെ അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതേപോലെ അമ്പലത്തിനകത്തുള്ള മെയിൻ ഗോപുരം 21,600 ഷീറ്റ് വെച്ചിട്ടാണ്, ഗോൾഡൻ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ 21,600 എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ നോർമലായിട്ട് വിടുന്ന ശ്വാസമില്ലേ അതിൻ്റെ എണ്ണമാണ് കേട്ടോ. ഒരു ദിവസം വിടുന്ന ശ്വാസത്തിൻ്റെ ബ്രത്തിൻ്റെ എണ്ണമാണ്. എന്താ അല്ലേ ആ കണക്കുകളൊക്കെ. ഇതാണ് ICHCയുടെ ഡയറക്ടർ മീന ടീച്ചറാണ് ഞങ്ങൾക്ക് ഇവിടെ പെർഫോം ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരം തന്നത്. അപ്പോൾ മീന ടീച്ചറിനോടാണ് എൻ്റെ മെയിൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്. താങ്ക് യു നിഷ, താങ്ക് യു, സെയിം ടു യു. അതും കൂടെ പറയണമല്ലോ.
ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ ICHCയെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു 7 പേര് ഇന്നലെ ഇവിടെ എത്തി. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമായ ചിദംബരേശ്വരൻ്റെ തില്ലൈ നടരാജ ടെമ്പിളിലെ നാട്യാഞ്ജലി ഫെസ്റ്റിവലിലാണ് ഞങ്ങൾ പങ്കെടുത്തത്. അത് എന്താ പറയേണ്ടത്, നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരുമിച്ച് ഞങ്ങൾ ചിദംബരേശ്വരനിൽ അർപ്പിക്കുകയായിരുന്നു. ഏറ്റവും വലിയ ഒരു ധന്യ നിമിഷമാണ് ICHCയെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും. നിഷയെ പോലുള്ള വളർന്നു വരുന്ന കലാകാരന്മാർ ഇനിയും ഇങ്ങനെയുള്ള സ്റ്റേജിൽ നൃത്തം അവതരിപ്പിക്കട്ടെ, അവർ ഉയർന്നുയർന്ന് മുന്നോട്ട് വരട്ടെ. മാനസികവും നൃത്തം എന്ന് പറയുന്നത് നമ്മൾ പെർഫെക്ഷൻ ലെവൽ മാത്രം നോക്കിയിട്ടുള്ള ഒരു സംഭവമല്ല. ഈ ഒരു പ്രായത്തിൽ അത് മനസ്സും ശരീരവും എല്ലാത്തിനെയും ഉത്തേജിപ്പിക്കുന്നതുമായ ഒരു കലയാണ്. അത് നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന താങ്ക്സ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 108 കരണാസ് ഡാൻസിങ് പോസ്റ്റേഴ്സിൻ്റെ കൊത്തുപണികൾ. ഇവിടെ ഫുൾ കൺസ്ട്രക്ഷൻസ് ഇതേപോലെ കല്ലിലാണ് കേട്ടോ. അമ്പലം ഫുൾ ഇങ്ങനെ കൽപ്പണികളാണ്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കൊരു ഭയങ്കര സമാധാനം എനിക്ക് ഫീൽ ചെയ്തു ഇതിനകത്ത് ഇങ്ങനെ അമ്പലത്തിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോഴും അമ്പലത്തിൽ കുളത്തിൻ്റെ അവിടെ ഇരിക്കുമ്പോഴൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തില്ലൈ കാളി ക്ഷേത്രം. പാർവതി പിണങ്ങിപ്പോയിരുന്ന അമ്പലമല്ലേ, അപ്പോൾ അതിനകത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, അമ്പലത്തിനകത്ത് എടുക്കാൻ പാടില്ല. അപ്പോൾ അവിടെ കാളി ഭാവത്തിലും ദേവിയുണ്ട്, അതേപോലെ ശാന്ത ഭാവത്തിലും ദേവിയുണ്ട്. വലിയ പ്രതിഷ്ഠയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയൊക്കെ കാണിക്കാനായിട്ട് ടീച്ചർ കൊണ്ടുപോയി. ഇവിടെയാണ് ഈ ICHCയിലെ ഡാൻസിൻ്റെ എക്സാമൊക്കെ എഴുതിക്കാനായിട്ട് ടീച്ചറും ഞങ്ങളുടെ ടീച്ചർ ഗായത്രി, മീന ടീച്ചറും ഗായത്രിയും കൂടെ സ്റ്റുഡൻസിനെയൊക്കെ കൊണ്ടുവരാറ്. അങ്ങനെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഒരു ബോട്ടിങ്ങിന് പോയി. തിരിച്ചു പോകുന്ന വഴിക്ക് ഇത് തില്ലൈ വനം എന്ന് പറഞ്ഞിട്ട് ഒരു മാൻഗ്രൂവ്സിനകത്തൂടെ ഉള്ളൊരു ബോട്ടിംഗ് ആണ്. അവിടെ ബാക്കിലെ ആളുകളുടെ എക്സ്പ്രഷൻ എടുക്കുക. ചിദംബരത്തുനിന്ന് ഒരു ട്രാവലറിൽ ഞങ്ങൾ പോണ്ടിച്ചേരിക്കാണ് പോയത്. പോണ്ടിച്ചേരിയിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ സ്ലീപ്പർ ബസ് അത് രാത്രിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ കുറച്ച് സൈറ്റ് സീയിങ്ങും ഷോപ്പിങ്ങും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പോണ്ടിച്ചേരിയിലെ ബീച്ചാണ് കേട്ടോ. ജസ്റ്റ് രാത്രി വരെ ഒന്ന് ടൈം പാസ് ചെയ്യാനായിട്ടൊന്ന് ബീച്ചും ഒക്കെ അവിടെ ചെറിയ ഫ്രഞ്ച് സ്ട്രീറ്റ് പോലത്തെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ. ഇത് ബീച്ചിലൊന്ന് ജസ്റ്റ് ഒരു 15-20 മിനിറ്റ് ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങും ഫ്രഞ്ച് സ്ട്രീറ്റും ഒക്കെയാണ് രാത്രിയിൽ 10 വരെ ടൈം പാസ് ചെയ്യാനായിട്ടുള്ള പരിപാടി. ബീച്ചിൽ പക്ഷേ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് സമ്മതിച്ചില്ല കേട്ടോ. അവിടുത്തെ സെക്യൂരിറ്റി എന്താ റീസൺ എന്നറിയത്തില്ല. സാധാരണ നമ്മൾ ബീച്ചിൽ കാല് നനയ്ക്കുമല്ലോ, ഇത് കാല് നനയ്ക്കാൻ സമ്മതിച്ചില്ല. ഇനി ഹൈറ്റായിട്ടുള്ള ദിവസമായിരുന്നോ അന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു 15 മിനിറ്റൊക്കെ അവിടെ നിന്നുള്ളൂ. ഇത് ഫ്രഞ്ച് സ്ട്രീറ്റ് പോലത്തെ സ്ഥലം, എക്സാക്ട് ഫ്രഞ്ച് സ്ട്രീറ്റ് ആണോ എന്ന് എനിക്ക് പിടിയില്ല. പിന്നെ അവിടെ കൂടെ ഒരു 5 മിനിറ്റ് നടന്നിട്ട് ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചു അവിടെ ഷോപ്പിംഗ് ഏരിയ നല്ലതായതാണ്. അപ്പോൾ എന്താണ്ട് ഈ റോഡിലാണ്, ഗ്രാൻഡ് ബസാർ പോലീസ് സ്റ്റേഷൻ്റെ റോഡിലാണ് ഓട്ടോ ചേട്ടൻ കൊണ്ടാക്കിയത്. അപ്പം അവിടുന്ന് ആ ലൈൻ ഫുള്ള് രാത്രിയിൽ നടന്നു. അപ്പോൾ ഈ 200-300 രൂപയ്ക്കൊക്കെയാണ് കേട്ടോ ഈ റോഡിലൊക്കെ ഇങ്ങനത്തെ സ്ട്രീറ്റ് മാർക്കറ്റ് പോലെ. ഇവിടുന്ന് ഞാൻ അങ്ങനത്തെ സ്കേർട്ടുകളൊക്കെ മേടിച്ചു. 200 റുപ്പീസ് 300 റുപ്പീസ് നല്ല ടോപ്പും സ്കേർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു റേഞ്ചാണ് എല്ലാം. 300-200 ആ ഒരു റേഞ്ചിലാണ് എല്ലാം. അപ്പോൾ ഒരു 2 സ്കേർട്ടും 2 ടോപ്പും അവിടെ നിന്ന് മേടിച്ചു. പോണ്ടിച്ചേരി യാത്ര ഇത് പോണ്ടിച്ചേരി ചെന്നൈ സിൽക്സ് ആണ്. ഞാൻ ആദ്യം കയറണ്ട, നമുക്ക് വെളിയിൽ വെയിറ്റ് ചെയ്യാം, പെട്ടിക്ക് കാവലായിട്ട് വെളിയിരിക്കാം, ഇവിടെ ചെയറൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ട്രാവലർ വരുന്നത്. ഇങ്ങനെ വെച്ചോ വീഡിയോ എടുക്കാം, അതൊക്കെ കയറാതെ വിചാരിച്ചിട്ട് ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ 540 സോഫ്റ്റ് മെറ്റീരിയലാണോ? സോഫ്റ്റ് മെറ്റീരിയലാണ് സാരിയെ. ശരിക്കും ഏതായാലും ആറ്റുകാൽ പൊങ്കാലൊക്കെ ഞാൻ പോകുന്നുണ്ട് ഇപ്രാവശ്യം.
അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഡ്രസ്സ് വേണമല്ലോ, അപ്പം അങ്ങനെ ഒരു സാരി എടുത്തു. പിന്നെ അത് ഒരെണ്ണം ഞാൻ എടുത്തുള്ളൂ, 2 എടുത്തില്ല, ഒരെണ്ണം എടുത്തു. പിന്നെ ഞാൻ ചുമ്മാ അതിലെ കൂടി ഇങ്ങോട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ചുമ്മാ നോക്കി, വീഡിയോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം, ചെന്നൈ സിൽക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ കുറച്ച് സാരികളൊക്കെ നോക്കി. വേറെ ഒന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ, ഒന്ന് കാണാനായിട്ട്. എനിക്കിഷ്ടമാണ് സാരികൾ കാണാൻ, നിങ്ങൾക്കും ഇഷ്ടമായിരിക്കുമല്ലോ കാണാനായിട്ട്. ഇത് ഇങ്ങനെ ക്രേപ്പ് പോലത്തെ മെറ്റീരിയലാണ്, നല്ല വലിയ ഫ്ലോറൽ ഡിസൈൻസ് ഇല്ലേ അങ്ങനത്തെയാണ്. പക്ഷെ അതിനൊന്നും വിലക്കുറവില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ വിചാരിച്ചു വിലക്കുറവാണെന്ന്, പക്ഷേ അതിനൊക്കെ നല്ല വിലയാണ്, 2500 ഒക്കെയാണ്. With lights. With lights. Meera with lights. Meera with lights. Good night. ഇത്രയും ക്ഷമ ഞങ്ങൾ സഹിച്ചു, മനുഷ്യ ഞങ്ങൾ സഹിച്ചു. നന്ദി നമസ്കാരം. Good night. ഞാൻ പറഞ്ഞു. Thanks for coming along with us to ചിദംബരം. അങ്ങനെ കുറേയധികം നല്ല മെമ്മറീസും ബ്ലെസ്സിങ്സും ഒക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് തികച്ച ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഒരു ഡെസ്റ്റിനേഷൻ ഡാൻസിങ് എന്ന് തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് പേരിടാൻ വെച്ചേക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.